സൺജയും സോളും കൂടി കിസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു സോളിന്റെ അമ്മ അതുവഴി നടന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സൺജയ് ആണെന്നൊക്കെ അമ്മ തിരിച്ചറിയുന്നുണ്ടെങ്കിലും കൂടെയുള്ള സൺജയുടെ ഗേൾ ഫ്രണ്ട് ആരാണെന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലാകുന്നുമില്ല. സൺജയും സോളിനെ ഒളിപ്പിച്ചൊക്കെ നിർത്തുന്നു. നേരത്തെ ഒരു 18+ മൂവിയൊക്കെ സൺജയ് മേടിച്ചിട്ടുള്ള കാര്യവും അമ്മയ്ക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അമ്മയും അവന് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവനും അതൊക്കെ മേടിച്ചിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ഓർക്കുന്നതും. സോൾ ഇപ്പോഴും സൺഷൈനെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതേസമയം എനിക്കൊന്നും തന്നെ സംഭവിക്കുകയില്ല. അഥവാ ഫ്യൂച്ചറിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരിക്കലും നിന്റെ കുറ്റം കാരണമായിരിക്കുമെന്നൊക്കെ നീ വിചാരിക്കുവാനും പാടില്ല എന്നൊക്കെയാണ് സൺഷയും സോളിനോട് പറയുന്നത്. ഇനി സോൾ എന്നാണ് മടങ്ങി പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഏകദേശം 1 മാസമൊക്കെ ഇവിടെ തന്നെ ഞാൻ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ അവളും പറയുന്നു. 1 മാസത്തിന് ശേഷം അവൾ ഫ്യൂച്ചറിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഇതേ സ്ഥലത്ത് തന്നെ നമുക്ക് കണ്ടുമുട്ടാമെന്നൊക്കെ സോളനോട് സൺഷയും പറയുന്നു. സൺജയുടെ അച്ഛൻ ഫ്രണ്ടുമായിട്ട് മദ്യപിക്കുകയൊക്കെയാണ്. അച്ഛനാകട്ടെ സൺജയ് ഇപ്പോഴും വിദേശത്തേക്ക് പോയിട്ടുണ്ടെന്നൊക്കെയാണ് വിചാരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും അവൻ എങ്ങനെയായിരിക്കും യാത്രയൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവുക, അവന് നല്ല ഫുഡൊക്കെ കിട്ടുമോ എന്നിങ്ങനെയുള്ള ഒരുപാട് ചിന്തകളിലാണ് അച്ഛൻ ഇരിക്കുന്നതും. അച്ഛൻ ഇപ്പോഴും അവനെ ഒരു കുട്ടിയായിട്ടൊക്കെയാണ് കണ്ടിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ വേവലാതികളൊക്കെ അച്ഛൻ ഫ്രണ്ടിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഫ്രണ്ടും അവനെ ഇനിയും കുട്ടിയായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും നന്നായി തന്നെയായിരിക്കും സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ സമാധാനപ്പെടുത്തുന്നു. സൺജയും ഇപ്പോൾ സോളിനൊരു മെസ്സേജ് ഒക്കെ അയച്ചിരിക്കുകയാണ്. മാത്രമല്ല അവളുടെ കോണ്ടാക്റ്റിൽ അവളുടെ പേരിന്റെ കൂടെ ഒരു ലവ് സിമ്പിൾ ഒക്കെ ആഡും ചെയ്യുന്നുണ്ട്. അവനും കണ്ണാടിയിൽ മുഖമൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും മുഖം വല്ലാതെ ഡ്രൈ ആണെന്നൊക്കെ മനസ്സിലാക്കുന്ന അവനും നേരത്തെ ഇൻഹുക്ക് വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഫേസ് മാസ്ക് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. സൺജയ്ക്ക് സോളിന്റെ ഒരു റിപ്ലൈ ഒക്കെ വന്നിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ ഫോണൊക്കെ ഓഫായി പോകുമ്പോഴത്തേക്കും ചാർജർ തപ്പി അവനും നടക്കുന്നു. വീട്ടിലെത്തുന്ന അച്ഛനും മകനില്ലാത്ത ആ ഒരു വീടിനെ കുറിച്ച് തനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീടിനകത്തേക്കൊക്കെ കയറുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഡോറൊക്കെ അടയുന്നു. അതിന്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും അച്ഛൻ വല്ലാതെ പേടിച്ചൊക്കെ പോകുന്നുമുണ്ട്. സഞ്ജയുടെ ശരിക്കുമുള്ള ചാർജറൊക്കെ ലഗേജിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവൻ അതൊന്നും തിരികെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെയിരിക്കെ അവനും ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഒരു ചാർജറൊക്കെ എടുത്തിട്ട് പ്ലഗിൽ കുത്തി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന മൊത്തം കറണ്ടും അടിച്ചു പോകുന്നു. പല്ലൊക്കെ തേച്ചുകൊണ്ടിരുന്ന അച്ഛനും പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫ് ആക്കുമ്പോഴത്തേക്കും കുറച്ച് പേടിയോടുകൂടി തന്നെ കുളിമുറിയുടെ വെളിയിലേക്കൊക്കെ ഇറങ്ങി വരുന്നു. പക്ഷേ പേടിച്ചിട്ടുണ്ടായിരുന്ന അച്ഛനും ആരാണ് അവിടെ ഉള്ളതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മുഖത്തേക്ക് ടോർച്ച് അടിച്ചിട്ട് സഞ്ജയ് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ അച്ഛന്റെ ബോധവും പോകുകയാണ്. സോളും ഇപ്പോൾ ടൈസങ്ങിന്റെ അച്ഛനൊക്കെ കോൾ ചെയ്യുന്നു. അതായത് നേരത്തെ സോൾ ഒരു ട്രക്ക് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ട്രക്ക് യങ്സോന്റെ ആണെന്നുള്ള സംശയത്തിലാണ് അവൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള CCTVs ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാമോ എന്നൊക്കെ സോൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ടൈസങ്ങിന്റെ അച്ഛനും സോളിന് വേണ്ടി അത് ചെയ്യാമെന്നൊക്കെ തീരുമാനിക്കുന്നു. അച്ഛന് ബോധം വരുമ്പോഴത്തേക്കും വീണ്ടും ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന സൺഷനെ കാണുന്ന അച്ഛൻ വല്ലാതെ പേടിച്ചൊക്കെ പോകുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു പ്രായത്തിലും നിന്റെ അച്ഛന് അറ്റാക്ക് ഒക്കെ വരുത്തി അച്ഛനെ കൊല്ലുവാനായിട്ടാണോ ഇതൊക്കെ നീ ഇട്ടിട്ടുള്ളതെന്നൊക്കെയാണ് അച്ഛൻ ചോദിക്കുന്നത്. മാത്രമല്ല അവൻ എന്തുകൊണ്ടാണ് യാത്ര ചെയ്യാതിരുന്നതെന്നൊക്കെ അവന്റെ അടുത്തും അച്ഛൻ ചോദിക്കുന്നു. ഇതിനു മുമ്പ് സ്വിമ്മിങ് ഒരു പാഷനായിട്ടൊക്കെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും പഴയതുപോലെ ഇപ്പോഴും സ്വിമ്മിങ്ങിനെ കാണുവാനായിട്ട് അവന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഒരു അടഞ്ഞ അധ്യായമാക്കി മാറ്റുവാനായിട്ടാണ് അവനും തീരുമാനിച്ചിട്ടുള്ളത്. എനിക്കിപ്പോഴും 20 വയസ്സിലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി മറ്റേതെങ്കിലും ഫീൽഡിൽ പോയിട്ടാണെങ്കിലും അവിടെ നിന്നും വളരെ പ്രശസ്തനാകുവാനായിട്ടൊക്കെ എനിക്ക് സാധിക്കുമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും അച്ഛനും മൊത്തത്തിൽ വലിയൊരു ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നിനക്ക് ഞാൻ തന്നുവിട്ടിട്ടുണ്ടെന്ന ലഗേജ് ഒക്കെ നമ്മൾ ചെക്കിങ്ങിന് കൊടുത്തതല്ലേ, തിരിച്ചു വന്നപ്പോഴത്തേക്കും നീ അതും കൊണ്ടുവന്നായിരുന്നോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും അവനത് തിരികെ എടുത്തോണ്ട് വരാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യമേ അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലൊക്കെ അച്ഛന്റെ അടുത്ത് നിന്നും ഒഴിഞ്ഞു മാറുന്നു. അമ്മയാകട്ടെ എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോളും റൂമിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ ഉള്ളിലേക്ക് ഒരു ഓർമ്മയൊക്കെ വരുന്നു. അമ്മയും ഇപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് സഞ്ജു നമ്മുടെ വീടിന് മുമ്പിൽ വെച്ച് ഒരു പെൺകുട്ടിനെ കിസ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. എല്ലാ ആണുങ്ങളും ഒരുപോലെയാണ്. അവന്റെ ഗേൾ ഫ്രണ്ടും അവന്റെ കൂടെ വീട് വരെയൊക്കെ വന്നില്ലേ, അതും ചെറിയൊരു കിസ്സൊന്നും അല്ലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞ് അമ്മ അതിനെക്കുറിച്ച് വിശദീകരിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും സോളും അമ്മ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്തും ദേഷ്യപ്പെടുന്നു. രണ്ടുപേർ ഇഷ്ടത്തിലായിട്ടുണ്ടെങ്കിൽ അവർ കിസ് ചെയ്യുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല എന്നൊക്കെ സോൾ പറയുമ്പോഴാകട്ടെ നിന്റെ അമ്മയും അച്ഛനും ഇപ്പോഴൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും അവർ കിസ് ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുവാനായിട്ടൊക്കെ ആയിരുന്നു മുത്തശ്ശി നോക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മയും മുത്തശ്ശിയുടെ വായ്ക്ക് അടപ്പിക്കുവാനായിട്ടും ശ്രമിക്കുന്നു.
സൺഷയുടെ അച്ഛനെയൊക്കെ വീടിന് വെളിയിൽ അമ്മ കാണുമ്പോഴത്തേക്കും ഇന്നലെ സൺഷയും ഗേൾഫ്രണ്ടും കൂടി കിസ് ചെയ്യുന്നതൊക്കെ താൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുവാനായിട്ട് അമ്മയും ശ്രമിക്കുകയാണ്. പക്ഷെ കിസ് ചെയ്തു എന്ന് പറയുവാൻ അമ്മയ്ക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ അമ്മയും അവരെ ഒന്നിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ കിസ് ചെയ്തു എന്ന വാക്ക് പറയാത്തത് കൊണ്ട് തന്നെ അച്ഛനും എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്നും അറിയാതെ മൊത്തത്തിൽ ടെൻഷൻ അടിച്ചു നിൽക്കുന്നു. സഞ്ജയനെ കാണുന്ന അച്ഛനും നീ യുഎസിലേക്ക് പോകാതിരിക്കുന്നതിന് പിന്നിൽ മറ്റേതെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ സഞ്ജയോടും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനും അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും അച്ഛനും അവനെ വിശ്വസിക്കുകയാണ്. അതായത് അവനൊരു ഗേൾഫ്രണ്ട് ഉള്ളത് കൊണ്ടല്ല, മറിച്ച് സ്വിമ്മിംഗ് ഒക്കെ നിർത്തിയത് കൊണ്ടാണ് യുഎസിലേക്ക് പോകാത്തതെന്നൊക്കെയാണ് അച്ഛനും വിചാരിക്കുന്നത്. സോള വീടിന് വെളിയിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും സഞ്ജയും അവൾക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ പരസ്പരം ഹഗ്ഗൊക്കെ ചെയ്തതിനു ശേഷം ഒന്നിച്ച് കൈ പിടിച്ച് കോളേജിലേക്ക് പോകുന്നു. കോളേജിലെത്തി കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് നമ്മൾ കൈയൊക്കെ പിടിച്ച് പോകുന്നത് കാണുകയാണെങ്കിൽ നമ്മൾ ഡേറ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം എല്ലാവരും തന്നെ അറിയുന്നതാണ്. അവരുടെ അടുത്ത് നിന്നും ഇതൊക്കെ രഹസ്യമാക്കി വെക്കണമെന്നായിരുന്നു സോളും സണിച്ചോട് പറയുന്നത്. സോളിന്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കുമാണ് അതുവഴിയെ ഹ്യുൻജു എത്തുന്നത്. സൺഷയുടെ ഫ്രണ്ട്സ് കൂടെ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യുകയാണോ എന്നൊക്കെ ഹ്യുൻജുവും സൺഷയോട് ചോദിക്കുന്നു. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അങ്ങനെ ഇരിക്കെ എന്റെ അടുത്ത് നിന്ന് നീ ഡേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ എന്തിനാണ് മറച്ചു വെച്ചതെന്നൊക്കെ ഹിഞ്ചു ചോദിക്കുമ്പോഴത്തേക്കും നീയും എന്റെ അടുത്ത് നിന്നും പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് തിരിച്ച് സോളും അവളുടെ അടുത്ത് ചോദിക്കുന്നത്. തന്റെ രഹസ്യമൊക്കെ അവളും പുറത്തു പറയുമെന്ന് മനസ്സിലാക്കുന്ന ഹ്യുൻജു ആകട്ടെ, എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നീ നല്ല രീതിയിൽ തന്നെ നോക്കണം, അവളെ ഒരിക്കലും കരയിക്കുവാനായിട്ട് പാടില്ല, മറ്റൊരു ഗേൾസിനെയും നീയും ഡേറ്റ് ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ ഹ്യുൻജു സൺജിയോട് പറയുമ്പോൾ സൺജിയും നേരത്തെ എന്റെ ഒരു ഫ്രണ്ട് നിന്നെ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു, അവനാകട്ടെ നിന്റെ ഒപ്പം ഡേറ്റിന് വന്നാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട് എന്ന് സൺജിയും അറിയിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ ഹ്യുൻജുവും തന്റെ നമ്പറൊക്കെ അവന്റെ കയ്യിലും കൊടുക്കുകയാണ്. സഞ്ജയ്ക്ക് അന്നത്തെ ദിവസം ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും സോളിന്റെ ഒരു കൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു സോളിന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാകട്ടെ സോളിന്റെ ഒപ്പം ഇരുന്ന് ആ ഒരു ക്ലാസ്സൊക്കെ അവൻ കൂടുകയും ചെയ്യുന്നു. എങ്കിലും സോളിനെ ക്ലാസ്സിൽ ശ്രദ്ധിക്കുവാനായിട്ടൊന്നും അവൻ സമ്മതിക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല. സഞ്ജയ് യുഎസിലേക്ക് പോകാതെ തിരിച്ചു വീട്ടിലെത്തിയ കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഇൻഹുക്കും അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻഹുക്കും അവനെ കോൾ ചെയ്യുന്നു. പ്രോഗ്രാമിലേക്കുള്ള അവസാന ഓഡീഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മാത്രമായിരുന്നു സൺജയും നാട്ടിലുള്ള കാര്യമൊക്കെ ഇൻഹുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇൻഹുക്ക് സൺജയനെയും കൂടി ഓഡീഷന് വേണ്ടി വിളിക്കുമായിരുന്നു എന്നൊക്കെ അവൻ അറിയിക്കുമ്പോഴത്തേക്കും ഞാനില്ലാതെ തന്നെ ഈ ഒരു ഓഡീഷനൊക്കെ നിനക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട് എന്ന് സൺജയും പറയുന്നു. സൺജയ് ഇല്ലാതെ തന്നെ അവരും ഒരു റൗണ്ടിലേക്കൊക്കെ വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്ന സോളും നീ ഇല്ലാതെ ബാക്കി മത്സരം നടത്തുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് സൺജയനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുവാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അടുത്തതായിട്ട് പാടുവാനൊക്കെ നിൽക്കുന്നത് അവരാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ എത്ര സ്പീഡിൽ പോയിട്ടും ഒരു കാര്യവും ഇല്ല എന്ന കാര്യമൊക്കെ സൺജയും അറിയിക്കുന്നു. സോൾ ആകെ വിഷമിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും സൺജിക്കും കാര്യമൊക്കെ പിടികിട്ടുന്നു. ഫ്യൂച്ചറിൽ ഞാനൊരു പാട്ടുകാരനൊക്കെ ആയിരുന്നോ, ഇൻഹുക്കും ഞാനും ഒന്നിച്ചായിരുന്നോ ബാൻഡിലൊക്കെ ഉണ്ടായിരുന്നതെന്നൊക്കെ സൺജി ചോദിക്കുകയാണ്. സോളും ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിഷമിക്കുന്നു. നേരത്തെ പാട്ടൊക്കെ പാടുന്നതിലൂടെ നിനക്ക് ഒരുപാട് സന്തോഷമൊക്കെ ലഭിക്കുമായിരുന്നു, അങ്ങനെ നീയും വലിയൊരു പാട്ടുകാരനായി മാറുമായിരുന്നു എന്നൊക്കെ സോൾ പറയുമ്പോഴാകട്ടെ, ഫ്യൂച്ചറിലെത്തി കഴിയുമ്പോഴത്തേക്കും ഞാനൊരു പാട്ടുകാരനല്ലാതെ ജോലിയൊന്നും ഇല്ലാതെ സന്തോഷമൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ നിനക്ക് നിരാശയായിരിക്കുമോ തോന്നുക എന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴത്തേക്കും അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് തനിക്ക് ഏറ്റവും വലിയ കാര്യമെന്നൊക്കെയാണ് സോളും അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തുടർന്നും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു. സഞ്ജയുടെ ഫ്രണ്ടായിട്ടുള്ള വണ്ണമുള്ള ഒരാളാണ് ചോറൂങ്. ചോറോങ് ആയിരുന്നു നേരത്തെ ഹ്യുൻചുനെ ഡേറ്റിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ ഒന്നിച്ച് കോഫിയൊക്കെ കുടിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ചേട്ടനും കാണുന്നു. ചോറോങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചേട്ടൻ ചോദിക്കുമ്പോഴാകട്ടെ ഫ്രണ്ടും ചേട്ടന്റെ അടുത്ത് അവൻ വലിയൊരു മദ്യപാനിയാണെന്നൊക്കെ അറിയിക്കുന്നുമുണ്ട്. എന്തായാലും നല്ല ഒരാളെ ഒന്നും അല്ലല്ലോ അവൾ ഡേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കും ചേട്ടന് കൂടുതൽ ദുഃഖം വരുന്നു. ചോറോങ്ങിന്റെ ചേട്ടന്റെ വിവാഹമൊക്കെ നടക്കുവാനായിട്ട് പോകുകയാണ്. ചോറോങ്ങും ചേട്ടന് ഹണിമൂണിന് വേണ്ടിയിട്ട് 100 കോണ്ടംസ് ഒക്കെ മേടിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഫ്രണ്ടിനെയും അവൻ കാണിക്കുന്നു. അവർ റൂമിലേക്കൊക്കെ കയറി ചെല്ലുമ്പോഴത്തേക്കും സഞ്ജയ് മറ്റൊരു പെൺകുട്ടീനെ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ടാഹയാകെ വിഷമിച്ച് അവിടെ നിന്ന് പോകുന്ന കാഴ്ച ആയിരുന്നു അവരും കണ്ടിട്ടുണ്ടായിരുന്നത്. ചോറങ്ങും ഹ്യുൻചുമായിട്ട് ഡേറ്റ് ഒക്കെ സെറ്റാക്കി തന്നതിൽ സഞ്ജയുടെ അടുത്ത് നന്ദിയും പറയുന്നു. മാത്രമല്ല അവനും അവന്റെ കയ്യിലുണ്ടായിരുന്ന കവറൊക്കെ നേരെ സഞ്ജയുടെ ബാഗിലേക്ക് ഇടുന്നുണ്ട്. അർജന്റായിട്ടൊരു കോളൊക്കെ വന്നിട്ടുണ്ടെന്ന് സഞ്ജയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവുകയാണ്. അതിനിടയിൽ ബാഗിന്റെ അകത്ത് ചോറങ്ങ് വെച്ചിട്ടുണ്ടായിരുന്ന പാക്കറ്റ് ഉള്ളതൊന്നും സഞ്ജയ് ശ്രദ്ധിക്കുന്നു കൂടിയില്ല. ഒരു കപ്പിൾ ടോയ് ഒക്കെ സൺഷയും ഇപ്പോൾ സോളിന് ഗിഫ്റ്റ് ആയിട്ടൊക്കെ നൽകുന്നു.
അവരങ്ങനെ ഒന്നിച്ച് നടന്നു പോകുമ്പോഴത്തേക്കും മരത്തിൽ നിന്നും പൂക്കളുടെ ഇതളുകളൊക്കെ വീഴുമ്പോഴത്തേക്കും സോളും അതൊക്കെ ക്യാച്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമൊക്കെ നടക്കുമെന്നാണ് അവൾ പറയുന്നതും. അവൾക്ക് ഒറ്റയ്ക്ക് അതൊന്നും പിടിക്കുവാനായിട്ട് സാധിക്കാതെയൊക്കെ വരുമ്പോഴത്തേക്കും സൺജയ് കൂടി അവളെ സഹായിക്കുന്നു. ഇപ്പോൾ കയ്യില് ഒരു ഇതളൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അവർ രണ്ടുപേരും ഒരാഗ്രഹം മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നു. അവർ രണ്ടുപേരും എന്താണ് ആഗ്രഹിച്ചതെന്നൊന്നും തുറന്നു പറയിക്കില്ല. അതൊക്കെ രഹസ്യമാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും സൺജയും സോളിനെ കിസ് ചെയ്യുകയാണ്. സൺജയും സോളും നടന്ന് നടന്ന് വീടിന് മുമ്പിൽ വരെ എത്തിയിരിക്കുന്നു. എങ്കിലും പിരിഞ്ഞിരിക്കുവാനായിട്ട് ആഗ്രഹമില്ലാത്ത അവർക്കും വീട്ടിലേക്ക് പോകുവാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് എവിടെ പോകുമെന്ന സംശയത്തിലൊക്കെ അവൾ ഇരിക്കുമ്പോഴത്തേക്കും സൺജയും അവളെ കൂട്ടിക്കൊണ്ട് അവളുടെ ടേപ്പ് കടയിലേക്കൊക്കെ പോകുന്നു. അവർ ഒന്നിച്ച് കടലിന്റെയൊക്കെ ഒരു വീഡിയോ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. സോളിനും കടലിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കുന്ന സൺജയും സോള് തിരികെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ കടലൊക്കെ കാണുവാനായിട്ട് പോകാമെന്നൊക്കെ അവളുടെ അടുത്തും പറയുന്നു. സൺജയും അവിടെ ഉണ്ടായിരുന്ന ഒരു റിമോട്ടൊക്കെ എടുക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഇതിനു മുമ്പ് സൺജയ് പലതവണ തന്നെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴും കിസ് ചെയ്യുമെന്നൊക്കെ വിചാരിച്ച് സോളും കണ്ണടച്ചൊക്കെ ഇരിക്കുന്നു. കിസ് ചെയ്യുവാനായിട്ടായിരുന്നു നിന്റെ ആഗ്രഹമെങ്കിൽ ഞാനും കിസ് ചെയ്യുവാനായിട്ട് തയ്യാറാണെന്നൊക്കെയുള്ള രീതിയിൽ സഞ്ജയ് ഇരിക്കുമ്പോഴത്തേക്കും സോളും അതിനൊന്നും തന്നെ അനുവദിക്കുന്നില്ല. അങ്ങനെ അവർ വീണ്ടും ആ ഒരു വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടും ഇരിക്കുന്നു. സഞ്ജയ് നോക്കുമ്പോഴത്തേക്കും സോളും ഉറക്കം തൂങ്ങിയൊക്കെ കിടക്കുന്നതായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവനും അവന്റെ തോളിലേക്കൊക്കെ ചേർത്ത് അവളെ വെക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.